ഏറ്റവും കൂടുതൽ ഏറ്റവും ടെൻഷൻ അനുഭവിച്ചത് ആരുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാനായിരുന്നു? അത് നമ്മൾ ഈ ഒരു മൂവി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, മൊത്തത്തിൽ ഇത്ര നാൾ ചെയ്ത് ആരുടെയെങ്കിലും കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന തലേ ദിവസമൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ടുണ്ടോ? നാളെ ഇന്ന ആളെ, എൻ്റെ ഡ്രീം ആയിട്ടുള്ള ആളെ കാണുന്നു, അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനല്ല, എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. 2 ഡയറക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കാൻ, അല്ല രണ്ടല്ല, ഇപ്പൊ ഈ സിനിമയും കൂടി കൂടുമ്പോൾ ഇതില് ലാൽ സാറിന്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റി, ഗൗതം സാറിന്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ജോണി ചേട്ടന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഇവരുടെ കൂടെ ഒക്കെ അഭിനയിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മള് ഡ്രീം ഡയറക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതെല്ലാം ഉണ്ടെങ്കിൽ കൂടി. പക്ഷെ എനിക്ക് തോന്നിയത് എനിക്ക് എല്ലാവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഉള്ള സ്റ്റാർട്ടിങ്ങിൽ ഒരു പേടി, അതെല്ലാരും ഉണ്ട്. അപ്പൊ പുതിയ ആളുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഒന്നൊന്നുമില്ല, എനിക്ക് ആ ഒരു സ്റ്റാർട്ടിങ് ഒരു പേടിയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഈ പ്രോസസ്സാ, ഈ പേടി ഞാൻ അവിടെ കാണിക്കത്തില്ല. പിന്നെ അഭിനയിക്കുന്നതിന് തൊട്ട് മുന്നേ ഞാൻ സ്വയം ചിന്തിക്കുന്നത് ഞാൻ വേൾഡിലെ ഏറ്റവും നല്ല ആക്ടറാണ് ഞാൻ. അപ്പോഴേ നമുക്ക് വിചാരിക്കുന്ന പോലെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെ, എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേറെ ആരുടെ സഹായം വേണ്ട, മതി. ചൈതന്യക്ക് അങ്ങനെ ഒരു ഫാൻ ഗേൾ മൊമെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ഡ്രീം ആയിട്ടുള്ള ഒരാളെ കാണാൻ പോകുമ്പോഴത്തേക്ക് അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ, ഓ നാളെ ഞാൻ ഇയാളെ കാണും, അല്ലെ അങ്ങനെ ഒരു ടെൻഷനും ഒരു എക്സൈറ്റ്മെന്റും അങ്ങനെയൊക്കെ മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്. ഈ പടത്തിന്റെ വെച്ച് നോക്കുകയാണെങ്കിൽ ലാൽ സാറുണ്ട്, അതും ആദ്യത്തെ ദിവസത്തിലുള്ള ഒരു ഷൂട്ടായിരുന്നു. അപ്പം എന്റെ എന്തോ ഫസ്റ്റ് സീൻ എടുത്തു കഴിഞ്ഞിട്ട് അടുത്ത സീന് ലാൽ സാറുമായിട്ട് എല്ലാരും കൂടെ ഇരുന്നിട്ടുള്ള ഒരു സീനായിരുന്നു. ടെൻഷനായി പോയി. എന്നിട്ട് ഫൈനൽ ഔട്ട്. അയ്യോ, പക്ഷേ ഇല്ലാട്ടോ, ആ ഒരു കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. അത് ഇപ്പം അശ്വിൻ ചേട്ടൻ പറഞ്ഞ പോലെ അത് അധികം ആരും അറിയത്തും കാണില്ല, നമ്മുടെ ഉള്ളിലുള്ള ഒരു ടെൻഷൻ ആയിരിക്കും. പക്ഷെ ആ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു, ടെൻഷനും പോയി. പിന്നെ നമ്മൾ അത് ഓർക്കില്ല, നമ്മുടെ ടെൻഷനിലാണെന്നോ അങ്ങനെയൊന്നും ഓർക്കില്ല, നമ്മൾ ആ സീൻ അഭിനയിച്ചുകൊണ്ടിരിക്കാന്നോ. മൂവി മാറ്റി നിർത്തുവാണെങ്കിൽ അല്ലാണ്ട് ഇതേപോലെ വേറെ സിനിമ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുമ്പോഴോ ഇതേപോലെ ഒരു ഫാൻ ഗേൾ മൊമെന്റ് വന്നിട്ടുണ്ടോ? ഒരു ഇവന്റിന് പോകുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ട്, രൺബീർ ചെറുതൊന്നും അല്ല, ആ കാര്യമേ ഞാൻ വിട്ടുപോയി, ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. അതെങ്ങനായിരുന്നു ആ ഒരു എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ടോ? അതെനിക്ക് കാണുന്നവരെ ഒരു നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ഞാനൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കാര്യമാണ് രൺബീർ കപൂറിനെ കാണും എന്നൊക്കെ. അപ്പം കാണുന്നവരെ പുള്ളിയുടെ ഫസ്റ്റ് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നവരെ ഞാനിങ്ങനെ ഇത് ഒറിജിനൽ ആണോ അങ്ങനെ ഒരു രീതിയിലായിരുന്നു. ആ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നവരെ ആരുടെങ്കിലും സംഭവം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നോ? എന്റെ ടീമിനൊക്കെ അറിയായിരുന്നു. അതെ, ഫോട്ടോ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു? ഇൻബോക്സ് നിറഞ്ഞോ ഫോട്ടോ? അത് നീ കണ്ടോ എന്തൊക്കെയാ സംസാരിച്ചതൊക്കെ ഞങ്ങളല്ലേ, എല്ലാവർക്കും നമ്മളെ എക്സൈറ്റഡ് ആയി പോയി പെട്ടെന്ന്. അതെ അതെ അതെ, പെട്ടെന്ന് ഞാൻ ഫോട്ടോഷോപ്പാണോ അങ്ങനെയൊക്കെ ആളുകൾക്ക് ഡൗട്ട് വന്ന് കാണുമല്ലോ. എനിക്കറിയില്ല, ചിലപ്പോ ഡൗട്ട് വന്ന് കാണുമായിരിക്കും. പക്ഷെ പിന്നീട് വീഡിയോ വന്നപ്പോ വീഡിയോ ചെയ്തപ്പോ ശരിക്കും ആ മൊമെന്റിലൊക്കെ എന്താ ജീവിക്കുമായിരുന്നല്ലേ? അയ്യോ, അത് എന്താ പറയാ, അതിങ്ങനെ നമ്മൾ അത്രയ്ക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഇങ്ങനെ അടുത്ത് കാണുമ്പോൾ നമുക്ക് നമ്മളിങ്ങനെ നോക്കി ഒരുപാട് സംസാരിക്കാൻ പറ്റും. ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 20 മിനിറ്റ്സോളം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. റീൽ പ്ലാനിങ് എങ്ങനെയായിരുന്നു? ഓൾറെഡി നമ്മൾ കോൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പം അത് അവര് അപ്രൂവ് ചെയ്തായിരുന്നു. അപ്പോ ആ ടൈമിൽ എന്നാലും നമ്മള് തമിഴായിരുന്നു ഞാൻ ചെയ്തത്, തമിഴിലായിരുന്നു ചെയ്തത്. അപ്പം തമിഴ് പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെ ഇങ്ങനെ നല്ലൊരു ഇതായിരുന്നു. ഭയങ്കര പ്രഷറായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെ? ഭയങ്കര സോഫ്റ്റ് ആയിട്ട്, ഭയങ്കര ഹംബിൾ ആയിരുന്നു. എനിക്ക് ഒരു ടേക്കും കൂടെ ഒരു ഷോട്ട് എടുത്തു, അപ്പൊ എനിക്കത് ഒരു ടേക്കും കൂടെ പോയാൽ കൊള്ളാം എന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് പറയുന്നത് വലിയൊരാള്. പക്ഷെ പുള്ളി ഇങ്ങോട്ട് ചോദിച്ചു നമുക്ക് ഒരു ടേക്കും കൂടെ എടുക്കാം, മനസ്സിലാക്കി പറഞ്ഞു. അപ്പൊ ഹംബിളായിരുന്നു, ഹംബിൾ ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള, എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന അങ്ങനത്തെ. ശരിക്കും മെസ്സേജ് ഒക്കെ അയച്ചു നോക്കിയായിരുന്നു അല്ലേ, ഇത് ശരിയാണോ അറിയാം? നമ്മളല്ല, അങ്ങനെയല്ല, നമ്മള് അങ്ങനെ മെസ്സേജ് അയച്ചായിരുന്നു. കാരണം നമ്മളല്ല ആരാണെങ്കിലും നമ്മൾ അങ്ങനെ അയച്ചു പോവല്ലോ ആ ഒരു മൊമെന്റ് കാണുമ്പോ. ഇപ്പം അശ്വതി ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ മൂവീസ് ഒക്കെ ഇങ്ങനെ ചെയ്തു, ആദ്യമായിട്ട് ഈ പബ്ലിക്കിൽ ഇറങ്ങി ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി, അതൊക്കെ എത്രത്തോളം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു? ആദ്യത്തെ ആ ഒരു ഫീൽ എങ്ങനെയായിരുന്നു? ആളുകൾ തിരിച്ചറിയുന്ന ആ ഒരു ഫീല്? അത് ഭയങ്കര ഒരു ഫീലായിരുന്നു. എനിക്ക്
ക്വീൻ ഇറങ്ങി ക്വീൻ ഇറങ്ങിയിട്ട് നമ്മൾ ആ തിയേറ്ററിൽ നിന്ന് പോകുന്നത് വരെ ഞങ്ങൾ വീട്ടിലോട്ടൊന്നും പോയിട്ടില്ല. ഞങ്ങൾ ഇങ്ങനെ ഓരോ തിയേറ്റേഴ്സ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമായിരുന്നു. അപ്പൊ കൊടുങ്ങല്ലൂര് ലാലേട്ടൻ ഫാൻസിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അവിടെ ഒരു ഷോ നടത്തുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് വന്ന സമയത്ത് എനിക്കിന്ന് ഓർമ്മയുണ്ട്, ഫുൾ ഫാൻസുകാർ മൊത്തം വെളിയിൽ നിൽക്കുന്ന ഈ ലാലേട്ടന്റെ ഈ പാട്ട്. അപ്പം ആ നേരം എന്നോട് ഷാരിസൊക്കെ പറഞ്ഞു, എടാ വണ്ടിയുടെ മേളിൽ കയറാന്ന് പറഞ്ഞു, വണ്ടിയുടെ മേളിൽ കയറാവ്. ഞാനിങ്ങനെ ഒന്ന് കേറിയപ്പോഴത്തേക്കും ഫുൾ എല്ലാരും കൈയടിക്കുന്നു. അപ്പത്തേക്കും ഞാൻ ആ പാട്ട് പാടി, അപ്പത്തേക്കും അവൻ അതിനൊരു റിയാക്ഷൻ കൊടുക്കുന്നു. അപ്പൊ എനിക്ക് പറ്റിയ ഭയങ്കര ഫീലായി പോയി. ഞാനാന്ന് എനിക്ക് തോന്നുന്നു എല്ലാരോടും ഞാൻ വിളിച്ച് പറയുമായിരുന്നു, ഞാൻ ഇങ്ങനെ ഒരു ഇതുണ്ടായതാണ്. അതെ, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിലെത്തി, നമ്മൾ ഈ പ്രൊമോഷൻ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. പിന്നെ നമ്മൾ ലുലുവിൽ ഇപ്പം മമ്മിയോട് സാധനം മേടിക്കാനോ ഒക്കെ പോകുമ്പോഴത്തേക്കും എല്ലാരും ഫോട്ടോ എടുക്കാൻ വരുന്നു, ഇങ്ങനെ വരുന്നു. അങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ പോലും ആൾക്കാര് നമ്മളിപ്പോ പോലും ഒരു മൊമെന്റിൽ തിരിച്ചറിയുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. ചില നേരത്ത് നമുക്ക് ഈ പറഞ്ഞ എന്തെങ്കിലും ഡൗൺ ആയിട്ടിരിക്കുമ്പോഴോ ലൈക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, നമുക്ക് ആ ഡൗട്ട്ഫുൾ ഒക്കെ നിൽക്കുന്ന സമയത്തായിരിക്കും ഏതെങ്കിലും ഒരാൾ വന്നിട്ട് അപ്പൊ പറയുന്നത് ഒരു ഫോട്ടോ എടുത്തോട്ടെ, ഓക്കെ. അപ്പൊ നമുക്ക് ഓക്കെ, നമുക്ക് സ്റ്റിൽ നമുക്ക് ഹോപ്പ് ഉണ്ട്, നമ്മളെ ഫോട്ടോ എടുക്കാൻ ഒരാൾ വരുന്നുണ്ടോ എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമല്ലേ. ശരിക്കും ഇത് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടാ. അപ്പൊ ആ സാധനത്തിലാണ് ഈ പോക്കുമല്ല പോകുന്നത്. ഇത് ഭയങ്കര റിലേറ്റബിൾ ആ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ചില സമയം നമ്മളൊക്കെ ഇന്റർവ്യൂസ് ഒക്കെ എടുത്തിട്ട് വരുമ്പോഴായാലും ചില സമയം നമ്മൾക്ക് ഒരു തോന്നൽ വരും, ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ, നമ്മളൊരു നല്ലൊരു ആങ്കർ അല്ല എന്നൊക്കെ ചിലപ്പോൾ തോന്നും. അപ്പോഴായിരിക്കും ഒരാളുടെ മെസ്സേജ്, ഈ ഇന്റർവ്യൂ കണ്ടിരുന്നു, അല്ലെങ്കിൽ ഒരു കമന്റ് നല്ലതായിരുന്നു, അതൊരു ഭയങ്കര കോൺഫിഡൻസ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഉണ്ട് ആ ഫീല്, അതിങ്ങനെ ഉണ്ട്. ആ ഫസ്റ്റ് മൊമെന്റ് അല്ലേ, ഇപ്പോഴും നമ്മൾ പൊക്കോണ്ടിരിക്കുവാണ് ആ ഫീലില്. ചിലപ്പോൾ നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ ദൈവമായിട്ട് ഓരോരുത്തരെ കൊണ്ടുവരുന്ന പോലെ. ഉറപ്പായിട്ടും. ഞാൻ എൻ്റെ വൈഫ് അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവിടെ പോകുന്ന സമയത്ത് ചില നേരത്ത് ജിമ്മും വർക്കൗട്ടിനൊക്കെ പോകുന്ന സമയത്ത്, ചില നേരത്ത് ബസ്സിൽ പോകുന്ന സമയത്ത് ആരെങ്കിലും ഒരു മലയാളി കാണും അവിടെ വർക്ക്. പുള്ളി ചിലപ്പം മൂവിയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് വന്നായിരിക്കും. അപ്പോഴൊക്കെ നമ്മൾ അവരോടൊക്കെ അവർ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അയ്യോ, നമ്മൾ എന്തൊരു ബ്ലെസ്ഡ് ആണ്, നമുക്ക് ഏത് പൊസിഷനിലാണ് നമുക്ക് കിട്ടിയേക്കുന്നതെന്ന് നമ്മൾ. പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയുടെ ഒക്കെ മുന്നിൽ വെച്ച് പറയുമ്പോൾ അത് വേറൊരു ഫീൽ അല്ലേ. നമ്മൾ ഒറ്റയ്ക്ക് പറയുമ്പോ പോലെ അല്ലല്ലോ ഫാമിലിയുടെ മുന്നിൽ വെച്ചിട്ട്. പക്ഷെ എന്റെ വീട്ടിൽ എപ്പോഴും ആരെങ്കിലും അവരുടെ മുന്നിൽ വെച്ച് ഫോട്ടോ എടുക്കാൻ പോകുമ്പോ എല്ലാരും എന്നെ കളിയാക്കും. എന്തായാലും നമുക്കൊരു ഇതല്ലേ, വീട്ടുകാരുണ്ടല്ലോ, അപ്പൊ ഒരു പ്രൗഡ്, പ്രത്യേക ഒരു പ്രൗഡ് ഫീൽ അല്ലേ. വൈഫിന് ഭയങ്കര ഇഷ്ടമാണ്. അവള് ഫോട്ടോ ഒക്കെ എടുത്ത് അവളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്, കൊള്ളാം ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് പറയും.